ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് പാഡ് മാറ്റാനായിട്ട് പോവാണ്. സോ മൊത്തം ബ്രേക്ക് പാഡ് തീർന്നെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം തീരെ ബ്രേക്കില്ല, പിടിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. മോസ്റ്റ്ലി ഞാൻ ബാക്ക് ബ്രേക്സ് അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഫ്രണ്ട് ബ്രേക്സ് ആണ് എനിക്ക് കൂടുതലും കംഫർട്ടബിൾ. ഞാനൊരു 70-30 യൂസ് ചെയ്യുന്ന ആളാണ്. മീൻസ് ഫ്രണ്ട് 70 ബാക്ക് 30 യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ അപ്പോൾ ഇന്ന് ബാക്ക് തീരെ തീർന്നെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇന്ന് മാറ്റാനായിട്ട് പോകുന്നത്. സോ നമ്മളിപ്പോൾ എറണാകുളത്തല്ല, കോട്ടയത്താണ്. സോ എൻ്റെ വീട് ആക്ച്വലി കോട്ടയമാണ്. സോ നമ്മൾ കോട്ടയത്തുള്ള TVSൻ്റെ ഷോറൂമിൽ പോയിട്ട് മാറ്റാനായിട്ടാണ്. ഇവിടെ നിന്നൊരു 20 ഇല്ല, ഒരു 20ക്കും 15-20 കിലോമീറ്റേഴ്സിന് ഉള്ളിലാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ ഒരേ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ബ്രേക്ക് പാഡല്ല, വേറെ എന്തെങ്കിലും അവിടെ പോയെന്നുണ്ടെങ്കിൽ കുറേ ഫണ്ട് കിട്ടും. ബ്രേക്ക് പാഡ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഏകദേശം ലേബർ ചാർജ് കൂടെ കൂട്ടി ഒരു 600 രൂപയാണ് പറഞ്ഞത്. ബാക്കിലത്തേന്, ഫ്രണ്ടിലത്തേന് ഏകദേശം 3000 രൂപ അടുത്ത് വരും. ബ്രേക്ക് പാഡിന് ബ്രംബോയുടെ അറിയത്തില്ല, നമുക്ക് നോക്കാം. ബ്രേക്ക് പാഡ് ബ്രംബോയോ എന്തേലോട്ടെ. അപ്പോൾ നമ്മൾ മണർകാട് എത്തിയിട്ടുണ്ടേ. മണർകാട് വള്ളിയൊക്കെ കഴിഞ്ഞ് കോട്ടയം തിരിയുന്ന ആ സ്ഥലം മണർകാട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട് അങ്ങോട്ട്. അതിലേ കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റി അപ്പുറത്തോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ആ ബൈക്കാരനൊക്കെ പോകുന്നാടോ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കാം. എന്നിട്ടേ ഇതിലേ കൂടെ ഇറങ്ങി അങ്ങനെ പോകാൻ പറ്റുമേ. ഇതുകൊണ്ടോ ചെറിയ കുടിസുഖിയാണ്, അപ്പുറത്തോടെ ചുറ്റുന്നതിനേക്കാളും ഭേദമാണ്. ഗൈസ് നമ്മളിപ്പോൾ കോട്ടയം ടൗണിലോട്ട് പോകുന്നില്ല. ഇൻസ്റ്റഡ് നമുക്ക് ഇവിടുന്ന് ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. സോ അതിലേ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഈരായിക്കടവ് ആ സൈഡിലെത്താൻ പറ്റും. സോ അത് കഴിഞ്ഞിട്ടാണ് ഷോറൂം. സോ അങ്ങോട്ട് പോകാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഈ വഴിയുണ്ടോ, ഇത് താഴോട്ട് കിടക്കുന്നത്, ഈ ബൈക്കൊക്കെ കയറി വരുന്നത് ഇതിലൂടെയാണേ. നല്ല വെയിൽ എൻ്റെ അമ്മോ. ഇവിടെ തന്നെയാണ് ലുലു മാളുവേ, പുതിയ ലുലു മാള്, കോട്ടയത്തിൻ്റെ ലുലു മാള്. ഇതാണ്ടിത്, ഇതാണ് കോട്ടയത്തിലെ ലുലു മാളെ. നമ്മുടെ ഷോറൂം ഇതാണ്ട് അതിൻ്റെ അപ്പുറത്ത്. ഇതാണ് കോട്ടയത്തെ ലുലു മാൾ. കൊച്ചിയിലെ പോലത്തെ അത്ര വലുതൊന്നുമല്ല, ചെറിയൊരു ലുലു മാളാണ്. ആരും ഇല്ലല്ലോ. ചേട്ടാ, ബ്രേക്ക് പാഡ് മാറ്റാനായിട്ടായിരുന്നു വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറ്റാനായിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ മാറാനായിരുന്നു ഞാൻ വിളിച്ചായിരുന്നു രാവിലെ. അപ്പോൾ ഓക്കെ. വണ്ടി ആക്ച്വലി മൊത്തത്തിൽ കോളായാണ് ഇരിക്കുന്നത്. ബ്രേക്ക് തീരെ കിട്ടുന്നില്ല, ബാക്ക് പയ്യാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡിസ്ക് കയറുന്നതാണോ ബ്രേക്ക് കയറുന്നതാണോ അതല്ല ചെളി കയറുകയാണോ ഒന്നും ഒരു പിടിയില്ല. എന്തായാലും നോക്കാം. വണ്ടി ഫുള്ള് ചെളിയാണ്, അപ്പോൾ നമുക്ക് കഴുകണം. ഓൾറെഡി ഞാൻ ലൂബ് ചെയ്ത്, അതാണ് കഴുകാൻ ഒരു മടി എനിക്ക്. നമുക്ക് നോക്കാം എന്തായാലും. കുറച്ച് നേരമായിട്ട് റെസ്പോൺസ് ഒന്നുമില്ല, ചോദിച്ചു നോക്കാം. ചേട്ടാ, ബ്രേക്ക് പാഡ് മാറാനായിട്ട് കൊണ്ടുവന്നായിരുന്നു. രാവിലെ വിളിച്ചായിരുന്നു, അപ്പോൾ ഉച്ച കഴിയുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. പുള്ളിക്ക് ഓർക്കുന്നുണ്ട്. KLC അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കട്ടെ. പൊതുവെ ഇവിടെ നല്ല ടൈം എടുക്കും, അതാണ് വർഷം. അപ്പോൾ വണ്ടി കിട്ടിയിട്ടുണ്ടേ. ബ്രേക്ക് സെറ്റാക്കിയിട്ടുണ്ട്, ഞാൻ ഓടിച്ച് നോക്കിയായിരുന്നു, കുഴപ്പമില്ല. ബ്രോ, വണ്ടി മലയാള ഹായ് സബ്സ്ക്രൈബർ. വീഡിയോ എടുക്കാമെന്നാണോ? ഇപ്പോൾ ഇവിടുത്തെ ആണല്ലോ ഫുള്ള് വീഡിയോ ഇവിടുത്തെ ആണല്ലോ. ആണോ? എന്നാ ശരി, ഓക്കെ. വണ്ടി മലയാളം.
അപ്പോൾ ഗൈസ് ബ്രേക്കും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് അത്യാവശ്യം പിടിച്ചിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ പാഡ് മാറിയില്ല, ആക്ച്വലി പാഡ് ക്ലീൻ ചെയ്തേ ഉള്ളൂ. അതേപോലെ തന്നെ എൻ്റെ കൂളിംഗ് സീറ്റിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോർ സർവീസിന് കൊണ്ടുവരുന്ന ടൈമിൽ റെഡിയാക്കാൻ മീൻസ് തരാമെന്ന് പറഞ്ഞു. അപ്പം നോക്കിയാൽ പറഞ്ഞു. ഓൾറെഡി നമുക്ക് ഫോർ സർവീസിന് 20,000 കിലോമീറ്റേഴ്സ് ആറായി. സോ അപ്പോൾ കൊടുക്കാം. അതുകൂടെ ഞാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ മറ്റേ വണ്ടി മലയാളം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറിനെ കണ്ടേ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് പരിപാടി നോക്കാം. എന്തായാലും പോവാം. ആ ക്യാമറയാ 50. ആ 4K 8K. ആ അപ്പോൾ ഗൈസ് ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇതിൽ മറ്റേ മഴയുടെ ആ സാധനം ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ശരി ഗൈസ്, കുറച്ച് എന്നിട്ട് മഴ കുറഞ്ഞിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗൈസ് അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറേ ഇങ്ങ് വന്ന് വീടിൻ്റെ അടുത്ത് എത്താറായി. സോ ഇവിടുന്ന് ഇനി ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ വീട്ടിലോട്ട്. തിരിച്ചു വരുമ്പോൾ കുറച്ച് വേറെ കുറച്ച് കിടിലം വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. മഴ പെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്തുന്ന ഒരു കുഞ്ഞു വീഡിയോ വല്ല എടുക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇത് കുഞ്ഞു വീഡിയോ ഈശ്വര ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ കാണാം. അടുത്തൊരു ട്രിപ്പ് വരുന്നുണ്ട്, ഒരു പൂണ്ടി ട്രിപ്പ് അടുത്ത ആഴ്ച. അപ്പോൾ അതിൻ്റെ വീഡിയോ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ. അപ്പോൾ അതിൻ്റെ ആ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ആ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ജസ്റ്റ് വണ്ടി ഇപ്പോൾ ഒന്ന് റെഡിയാക്കിയത്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ ബൈ.